ആന എഴുന്നള്ളിപ്പിലെ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചു. ആന നിയന്ത്രണവുമായി ബന്ധപ്പെട്ട മറ്റ് ഹർജികൾക്ക് ഒപ്പം ഈ കേസ് കേൾക്കാനും തീരുമാനിച്ചിരിക്കുകയാണ്. ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. ബാലു, എന്താണ് കോടതിയുടെ ഇടപെടൽ? എങ്ങനെ വരുന്നു ഈ ഹർജിയിന്മേൽ? ലജീഷ, ഈ ആന എഴുന്നള്ളിപ്പിന് കേരള ഹൈക്കോടതി ഏർപ്പെടുത്തിയ നിയന്ത്രണത്തിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഈ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ BV നാഗരത്നയും സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങുന്ന ബെഞ്ച്, സുപ്രീം കോടതി ബെഞ്ച് ഇന്ന് നോട്ടീസ് അയച്ചത്. ഇന്ന് ഈ കേസ് വാദത്തിനെടുത്തപ്പോൾ ചില കൗതുകകരമായ കാര്യങ്ങളും സുപ്രീം കോടതിയിൽ നടന്നു. അതായത് ഈ നേരത്തെ കേരള ഹൈക്കോടതിയിൽ ഈ ആന എഴുന്നള്ളിപ്പ് നിയന്ത്രണം പുറപ്പെടുവിച്ചിരുന്ന ജഡ്ജിമാർക്ക്, അതായത് ആ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്ന ബെഞ്ചിലെ ജഡ്ജിമാർക്കെതിരെ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ചില വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നും സമാനമായ തോതിൽ ചില വിമർശനങ്ങൾ ഉണ്ടായപ്പോൾ ഈ ജഡ്ജിമാർക്ക് ന്യായീകരിച്ചുകൊണ്ട് ഈ മൃഗസ്നേഹികളുടെ സംഘടനയുടെ അഭിഭാഷകൻ രംഗത്ത് വന്നു എന്നത് വരികയും ചെയ്തു. ഈ വാക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കേസി എന്ന സംഘടനയ്ക്ക് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ V ചിദംബരേശാണ് ഈ കേരള ഹൈക്കോടതി ജഡ്ജിമാരെ വ്യക്തിപരമായി ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അദ്ദേഹം കേരള ഹൈക്കോടതിയുടെ മുൻ ജഡ്ജി കൂടിയാണ്. ഈ രണ്ട് ജഡ്ജിമാരും, ബെഞ്ചിലെ രണ്ട് ജഡ്ജിമാർക്കും ഇംപെക്കബിൾ ഇന്റഗ്രിറ്റി ആണെന്നും അവരുടെ സ്വഭാവത്തെ സംബന്ധിച്ച് യാതൊരു പരാതികളും ഉയർന്നിട്ടില്ല എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. തുടർന്നാണ് കോടതി ഇക്കാര്യത്തിൽ നോട്ടീസ് അയക്കുകയും ഈ വിഷയത്തിൽ വിശദമായ, അതായത് കൊച്ചിൻ ദേവസ്വം ബോർഡ് നൽകിയ ഹർജിയിൽ വിശദമായ വാദം മറ്റ് ഹർജികൾക്കൊപ്പം തിരുവമ്പാടി ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള ഈ ദേവസ്വം ബോർഡുകൾ നൽകിയിരുന്ന ഹർജികൾക്കൊപ്പം കേൾക്കാനും വേണ്ടി തീരുമാനം എന്ന ഉത്തരവും പുറപ്പെടുവിച്ചത്. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.